ഓൺഹെയിം തനിച്ച് നടന്നൊക്കെ പോയിട്ടുണ്ടായിരുന്നല്ലോ. പക്ഷേ കുറേ നേരമായിട്ടും ഓൺഹെയിനെ കാണാതെയൊക്കെ ആക്കുമ്പോഴത്തേക്കും ജിഹോൻ ആകെ ടെൻഷനാകുന്നു. അവനാകട്ടെ പലതവണ കോളൊക്കെ ചെയ്ത് നോക്കുന്നുണ്ടെങ്കിലും അവളുടെ ഫോണൊക്കെ സ്വിച്ച് ഓഫ് ആയിരുന്നു. അങ്ങനെയിരിക്കെ എല്ലാവരും കൂടി ചേർന്നിട്ട് അവളെ അന്വേഷിക്കുകയാണ്. പക്ഷെ അവർക്ക് ആർക്കും തന്നെ അവളെ കണ്ടെത്തുവാനും സാധിക്കുന്നില്ല. ജിഹോനും ബ്ലാക്ക് ആൻഡ് ബ്ലാക്ക് ഡ്രസ്സൊക്കെ ഇട്ടിട്ടുള്ള ഒരാളെ കണ്ട് കഴിയുമ്പോഴത്തേക്കും ഇതുപോലെ ഒരാള് നേരത്തെ ഫോട്ടോ എടുത്തതായിട്ടൊക്കെ ജിഹോൻ കണ്ടിട്ടുണ്ടായിരുന്നല്ലോ. സോ അവളുടെ കാര്യവും കുറച്ച് അപകടത്തിലാണെന്നൊക്കെ മനസ്സിലാക്കിയിട്ട് അവളെ അന്വേഷിച്ച് പോകുകയാണ് ജിഹ്വാനും. ജിഹ്വാൻ പോകുന്നതിന് പിന്നാലെ തന്നെ എല്ലാവരും പല പല വഴിക്കൊക്കെ പോയി അന്വേഷിക്കുന്നുമുണ്ട്. ഓൺഹെയിം നടന്നു വരുന്ന സമയത്ത് ജിഹ്വാനും അവളുടെ പേരൊക്കെ ഉറക്കെ വിളിക്കുന്നത് അവൾ കേൾക്കുകയാണ്. അങ്ങനെ ഇരിക്കെ ജിഹ്വാൻ നോക്കുമ്പോഴത്തേക്കുമായിരുന്നു ഓൺഹ തന്റെ മുമ്പിൽ തന്നെ ഉണ്ടെന്നുള്ള കാര്യമൊക്കെ മനസ്സിലാക്കുന്നത്. അവളെ പെട്ടെന്ന് കണ്ട ആ ഒരു എക്സൈറ്റ്മെന്റിൽ അവനും അവളുടെ അടുത്തേക്കൊക്കെ ഓടി ചെല്ലുന്നു. അവളും പിന്നോട്ടൊക്കെ നടക്കുമ്പോഴത്തേക്കും വീഴുവാനായിട്ടൊക്കെ തുടങ്ങുകയാണ്. അവനും അവളെ പിടിച്ചു നിർത്തുവാനായിട്ടൊക്കെ ശ്രമിക്കുന്നുണ്ടെങ്കിലും രണ്ടുപേരും കൂടി തെന്നിയിട്ട് അവിടെ നിന്നും താഴേക്കൊക്കെ ഉരുണ്ടു വീഴുന്നു. നീ എന്തിനാണ് അവിടെ നിന്നും ഒറ്റയ്ക്ക് ഇവിടം വരെ എത്തിയിട്ടൊക്കെ ഉണ്ടായിരുന്നത്? നിന്റെ ഫോൺ ആകട്ടെ സ്വിച്ച് ഓഫ് ഒക്കെ ആയിരുന്നു. നിനക്ക് കുറച്ചുകൂടി ശ്രദ്ധിച്ചൂടായിരുന്നോ? നിനക്ക് എന്തെങ്കിലും സംഭവിച്ചായിരുന്നെങ്കിലോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഉടനെ അടുത്ത് ദേഷ്യപ്പെടുകയായിരുന്നു അവനും. പക്ഷെ അവനും പിന്നീട് ഇതുപോലെ ദേഷ്യപ്പെട്ടതിനൊക്കെ ക്ഷമ ചോദിച്ചതിന് ശേഷം എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണെന്നൊക്കെ അവളോടും പറയുന്നു. ഞാനും നിന്നെ മാത്രമേ സ്നേഹിച്ചിട്ടുള്ളൂ എന്നൊക്കെ അവൻ പറയുമ്പോഴത്തേക്കും അവളും ആകെ ഷോക്ക്ഡായി പോകുന്നു. മാത്രല്ല അവളുടെ കാലിന് ചെറിയൊരു പരുക്കൊക്കെ ഉണ്ട്. അവനും അവളെ എടുത്തോളാം എന്നൊക്കെ പറഞ്ഞിട്ട് നിർബന്ധിച്ച് അവളെ കൂടി എടുത്തുകൊണ്ടൊക്കെയാണ് പോകുന്നത്. എന്തായാലും ഇപ്പോൾ ജിഹോൻ നടന്നു വരികയാണ്. നേരത്തെ ആകട്ടെ ജിഹോനും ഒരു ദിവസം ഹോസ്പിറ്റലിൽ നിന്നും അവളെ എടുത്തുകൊണ്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നല്ലോ. ആ ഒരു സമയത്തായിരുന്നു അവൾക്കും ജിഹോന്റെ അടുത്തേക്ക് ഇഷ്ടം തോന്നിയിട്ടുണ്ടായിരുന്നത്. നീയും ആൾക്കാരുടെ അടുത്ത് അവർക്ക് വിഷമം തോന്നുന്ന രീതിക്കൊക്കെ സംസാരിക്കും. നിനക്കാകട്ടെ ഉള്ളിലുള്ള ഫീലിങ്സ് തുറന്നു പറയുവാനായിട്ട് ഒന്നും തന്നെ അറിയുകയില്ല. ഒരു പെൺകുട്ടിക്ക് എന്താണ് ആവശ്യമെന്ന് നിനക്ക് മനസ്സിലാക്കുവാൻ പോലും അറിയുകയില്ല. പക്ഷെ എനിക്കും നിന്നെ ഒരുപാട് ഇഷ്ടമായിരുന്നു എന്നൊക്കെ ഉൺഹ പറയുമ്പോഴത്തേക്കും അത് കേട്ട ഷോക്കിലാകട്ടെ അവനും അവളെ താഴെയൊക്കെ ഇടുകയാണ്. പിന്നീടാകട്ടെ അങ്ങനെ താഴെ ഇട്ടതിന് അവൻ ക്ഷമയൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും അവളും അവനെ കിസ് ചെയ്യുന്നു. ഒരു നിമിഷത്തേക്കാണെങ്കിലും അവന് പെട്ടെന്ന് തന്നെ ബോധമൊക്കെ പോകുന്നുണ്ടെങ്കിലും പിന്നീട് അവനും അവളെ എടുത്തുകൊണ്ടൊക്കെ വീണ്ടും നടക്കുകയാണ്. ഉൺഹനെ കണ്ടുകിട്ടിയെന്ന കാര്യം ജിഹോൻ നേരത്തെ തന്നെ എല്ലാവരെയും അറിയിച്ചിട്ടുണ്ടായിരുന്നു. സോ അവര് ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ജിഹോനും ഉൺഹനെ എടുത്തുകൊണ്ടൊക്കെ ആയിരുന്നു തിരിച്ചു വന്നിട്ടുണ്ടായിരുന്നത്. അത് കണ്ടിട്ടുണ്ടായിരുന്ന എല്ലാവരും തന്നെ അവൾക്ക് ഇരിക്കുവാനായിട്ട് ചെയറൊക്കെ കൊടുക്കുന്നു. ഇനി മാനഹോ ആകട്ടെ അവളുടെ കാലിന് എന്താണ് പറ്റിയതെന്നൊക്കെ നോക്കുവാനായിട്ട് ശ്രമിക്കുന്നുണ്ടെങ്കിലും ജിഹാൻ അതിനൊന്നും തന്നെ സമ്മതിക്കുന്നില്ല. ബോസ് പറഞ്ഞത് പ്രകാരം ഇപ്പോൾ സെയിൽസിന്റെ കണക്കുകൾ എല്ലാം തന്നെ യാങ്ങും ബോസിനെ ഏൽപ്പിക്കുകയാണ്. എല്ലാ കാര്യങ്ങളും യാങ് തന്നെ നോക്കിക്കോളാമെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും യാങ്ങിനെയും പ്രോസിക്യൂഷൻ വിളിപ്പിച്ചിട്ടൊക്കെ ഉണ്ടല്ലോ. അതുകൊണ്ട് തന്നെ അവനെ ഒരു കാര്യത്തിലും പങ്കെടുപ്പിക്കുകയില്ല എന്നും അവൻ ബുദ്ധിപൂർവ്വം ചിന്തിക്കാത്തത് കൊണ്ടാണ് ഇതുപോലെ ഓരോ മണ്ടത്തരങ്ങളൊക്കെ കാണിച്ചു കൂട്ടിയതെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഡയറക്ടറിനെയാണ് ഇതിന്റെ കണക്കും മറ്റുമൊക്കെ നോക്കുവാനായിട്ടൊക്കെ ഏൽപ്പിക്കുന്നത്. പക്ഷെ ഇത്രയും നാളും യാങ്ങിന്റെ സ്വന്തമായിരുന്ന ആ ഒരു സ്ഥലമൊക്കെ ഒറ്റ നിമിഷത്തിൽ കൈവിട്ടു പോയ ആ ഒരു വിഷമമൊക്കെ അവന്റെ ഉള്ളിലും ഉണ്ടായിരുന്നു. രാത്രി ആകുമ്പോഴത്തേക്കും മാൻഹോയും കുക്കൊക്കെ ചെയ്യുകയാണ്. എല്ലാവരും തന്നെ ഇതൊക്കെ കണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ ഉൺഹയ്ക്കും ഇങ്ങനെ ഫുഡൊക്കെ ഉണ്ടാക്കുന്നത് ഒരുപാട് ഇഷ്ടമാണെന്നൊക്കെ പറയുമ്പോഴത്തേക്കും മാൻഹോനെ മാറ്റി നിർത്തിയതിനു ശേഷം ഞാൻ തന്നെ ഫുഡൊക്കെ ഉണ്ടാക്കുമെന്നൊക്കെ പറഞ്ഞിട്ട് ജീഹോനും ഫുഡൊക്കെ ഉണ്ടാക്കുവാനായിട്ട് നിൽക്കുന്നു. അങ്ങനെ ഉണ്ടാക്കുന്നത് വഴി ഉൺഹയുടെ മുഴുവൻ ശ്രദ്ധയും ജിഹാനിലേക്ക് പോകുവാനായിട്ടൊക്കെ ആയിരുന്നു അവനും അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്തായാലും അവൻ അങ്ങനെ കുക്ക് ചെയ്യുന്ന സമയത്താകട്ടെ അവിടെ മൊത്തത്തിൽ തീയൊക്കെ പിടിക്കുന്നു. എന്നാലും വലിയ പ്രശ്നമൊന്നും ഇല്ലാതെ തന്നെ അവർക്കും ഫുഡൊക്കെ കിട്ടുന്നുണ്ട്. അവനും വളരെ വൃത്തിക്കൊക്കെ അത് മുറിച്ചതിന് ശേഷം എടുത്തിട്ടുണ്ടായിരുന്ന 2 പ്ലേറ്റും കൂടി നേരെ ഉൺഹയുടെ മുമ്പിലേക്കൊക്കെ വെച്ചു കൊടുക്കുകയാണ്. എല്ലാവരും അതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിലും അവർ അത്രയ്ക്ക് കാര്യമൊന്നും ആക്കാതെ ഫുഡൊക്കെ എടുത്ത് കഴിക്കുന്നൊക്കെയുണ്ട്. ഇനി ചെയ്സോ ആകട്ടെ ഫുഡൊക്കെ ഉൺഹയുടെ വായിൽ വെച്ച് കൊടുക്കുവാനായിട്ടൊക്കെ ശ്രമിക്കുകയാണ്. അത് കാണുമ്പോഴത്തേക്കും ജീഹ്വാൻ അത്രയ്ക്ക് ഇഷ്ടപ്പെടുന്നൊന്നുമില്ല. അങ്ങനെ ഇരിക്കെ ഉൺഹയും കൂട്ടത്തിലുള്ള ഏറ്റവും ഇളയാളായിട്ടുള്ള ഡോഹയ്ക്കും ഇതുപോലെ ഫുഡൊക്കെ വായിൽ വെച്ച് കൊടുക്കുന്നു. മാൻഹോയും മീഹോയ്ക്ക് ഫുഡൊക്കെ കൊടുക്കുന്ന സമയത്ത് മീഹോയും അത് കഴിക്കാതെ മാറ്റി വെക്കുന്നതൊക്കെ ജൂയിങ്ങും ശ്രദ്ധിക്കുന്നുണ്ട്. ഉൺഹ ഡോഹയ്ക്ക് ഫുഡൊക്കെ കൊടുക്കുന്ന സമയത്ത് നമ്മുടെ അനിയൻ എന്ന് പറഞ്ഞിട്ടായിരുന്നു ഫുഡൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഉൺഹയും ഞങ്ങളുടെ ഒപ്പം ഇനിയും താമസിക്കുമോ എന്നൊക്കെ ഹോങ്ക് ചോദിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എല്ലാവർക്കും അത്രയ്ക്ക് ആഗ്രഹമാണെങ്കിൽ ഞാനും നിങ്ങളുടെ ഒപ്പം തന്നെ ഇനിയും താമസിക്കുന്നതായിരിക്കും എന്നൊക്കെ ഉൺഹയും പറയുന്നു. യഥാർത്ഥത്തിൽ ഓൺഹയും ചീഹാനും തമ്മിലുള്ള പ്രണയമൊക്കെ തുറന്നു പറഞ്ഞത് കൊണ്ടായിരുന്നു അവളും ഇങ്ങനെയൊക്കെ ഒരു തീരുമാനം എടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ ടീമിലുള്ള ആരും തന്നെ ഈ ഒരു കാര്യം അറിഞ്ഞിട്ട് കൂടി ഉണ്ടായിരുന്നില്ല. മീഹോയും പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന കിറ്റൊക്കെ പോക്കറ്റിൽ ഇല്ല എന്ന കാര്യമൊക്കെ മനസ്സിലാക്കിയിട്ട് വണ്ടിയിലൊക്കെ ചെക്ക് ചെയ്ത് നോക്കുകയായിരുന്നു. അങ്ങനെ ഇരിക്കെ അവളുടെ തലയൊക്കെ ചെറുതായിട്ടൊന്ന് ഇടിക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് തന്നെ അവിടെ ജൂയിങ്ങും എത്തുകയാണ്. പക്ഷെ ജൂയിങ്ങിന്റെ അടുത്ത് കാര്യം ഒന്നും തന്നെ പറയുവാനായിട്ട് സാധിക്കാത്തത് കൊണ്ട് തന്നെ അവളും ഒന്നുമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ അവിടെ നിന്നും പോകുന്നു. പക്ഷെ ജൂയിങ്ങും അവള് ഫുഡൊന്നും കഴിക്കാതിരുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നത് കൊണ്ട് തന്നെ അവൾക്ക് വേണ്ടിയുള്ള മരുന്നും കാര്യങ്ങളും ഒക്കെ കൊടുക്കുകയാണ്.
ഓണഹ കാരണം നമ്മൾ ഇടയ്ക്കിടയ്ക്കൊക്കെ ഇനിയും കണ്ടുമുട്ടുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് ഫ്രണ്ട്സ് ആയിട്ട് ഇരിക്കാമെന്നൊക്കെ മീഹോയും പറയുന്നു. നിങ്ങൾ ഇനി ഡേറ്റിംഗ് ഒക്കെ ചെയ്യുവാനായിട്ട് പോവുകയാണോ എന്നൊക്കെ ജോയിങ് ജിഹോന്റെ അടുത്ത് ചോദിക്കുമ്പോഴത്തേക്കും ആയിരുന്നു പ്രണയമൊക്കെ തുറന്നു പറയുകയാണെങ്കിൽ പിന്നീട് ഡേറ്റിംഗ് ആയിരിക്കും ചെയ്യുക എന്ന കാര്യമൊക്കെ അവനും അറിഞ്ഞിട്ടൊക്കെ ഉണ്ടായിരുന്നത്. ഓൺഹയുടെ കാലൊക്കെ ഉളുക്കിയിരിക്കുകയായിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ അവനാകട്ടെ കുറച്ച് ഐസൊക്കെ എടുത്തിട്ട് അവൾക്ക് നൽകുകയാണ്. അവന്റെ മനസ്സിൽ മുൻഹ കിസ് ചെയ്തതൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അവനാകട്ടെ പെട്ടെന്ന് തന്നെ ഓടി അകത്തേക്കൊക്കെ കയറുകയാണ്. ട്രിപ്പൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ എല്ലാവരും തന്നെ വീട്ടിലേക്ക് മടങ്ങിയെത്തുന്നു. അപ്പോഴാണ് മാൻഹോയ്ക്കും കാറിൽ നിന്നും പ്രഗ്നൻസി കിറ്റൊക്കെ കിട്ടുന്നത്. അത് കാണുന്ന സമയത്താകട്ടെ അത് കോവിഡ് ടെസ്റ്റ് ചെയ്ത സാധനമായിരിക്കുമെന്നൊക്കെ മാൻഹോയും തെറ്റിദ്ധരിക്കുന്നു. ഓൺഹെയിം കാര്യങ്ങളെക്കുറിച്ചെല്ലാം തന്നെ പറയുവാനായിട്ട് ഹ്യൂനുമോനോടും ഇന്ന് കണ്ടാലോ എന്നൊക്കെ ചോദിച്ച് മെസ്സേജ് ഒക്കെ അയക്കുകയാണ്. ജീഹോനും പോകുവാനായിട്ടൊക്കെ റെഡിയായി നിൽക്കുകയാണ്. ഈ ഒരു സമയത്താകട്ടെ ഓൺഹെയിം നേരത്തെ തന്നെ ഒരു കോൺട്രാക്ട് ഒക്കെ സൈൻ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. അതൊക്കെ തിരിച്ചു കൊടുത്തിട്ട് കോൺട്രാക്ട് ക്യാൻസൽ ചെയ്യിക്കുവാനായിട്ട് പോവുകയാണെന്നൊക്കെ അറിയിക്കുന്നു. എന്തായാലും ഓൺഹയുടെ അടുത്ത് നിന്നും ഒരു ഡിസ്റ്റൻസ് ഒക്കെ കീപ്പ് ചെയ്തിട്ടായിരുന്നു അവന് നിന്നിട്ടൊക്കെ ഉണ്ടായിരുന്നത്. യാങ്ങും മൊത്തത്തിൽ ദേഷ്യപ്പെട്ടൊക്കെയാണ് ഇരിക്കുന്നത്. യാങ്ങിന്റെ ബോസ് ആകട്ടെ അവനെ ഒട്ടും തന്നെ മൈൻഡ് പോലും ചെയ്യുന്നില്ല. ഇനി ഗാംഗിലാകട്ടെ ഇപ്പോഴും ജയിലിലേക്കാണ് ഉള്ളത്. ഇതിനെല്ലാത്തിനും കാരണക്കാരൻ ചീഹ്വാനാണ്. അതുകൊണ്ട് തന്നെ ചീഹ്വാനായിട്ട് ഒരു പണിയൊക്കെ കൊടുക്കണമെന്നാണ് യാങ് ഓർക്കുന്നത്. അപ്പോഴായിരുന്നു ചീഹ്വാന്റെ ലവർ ആയിട്ടുള്ള ഉൺഹനെ കുറിച്ചൊക്കെ യാങ്ങും ഓർക്കുന്നത്. ജിഹ്വാൻ ആകട്ടെ നമ്മുടെ വീടിന്റെ അടുത്ത് നിന്നും ഒരാളെ ഞാൻ സസ്പീഷ്യസ് ആയിട്ടൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നുവെന്നും അതുകൊണ്ട് തന്നെ അത് ആരാണെന്നൊക്കെ എത്രയും വേഗം കണ്ടെത്തണമെന്നും ഒക്കെ ജുവേങ്ങിന്റെ അടുത്തും പറയുകയാണ്. ഉൺഹയും ജിഹ്വാന് ഒരു വീഡിയോ ഒക്കെ അയക്കുകയാണ്. ആ ഒരു വീഡിയോയിലാകട്ടെ അവൾ വളരെ ക്യൂട്ടായിട്ടൊക്കെ ആയിരുന്നു നിന്നിട്ടുണ്ടായിരുന്നത്. മാത്രമല്ല അതില് അവളും കിസ്സൊക്കെ കൊടുക്കുന്നു. അത് കാണുമ്പോഴത്തേക്കും അവനും മൊത്തത്തിൽ മാറുകയാണെന്നൊക്കെ മനസ്സിലാക്കുന്ന അവനാകട്ടെ എങ്ങനെയും തന്റെ ശ്രദ്ധയൊക്കെ വർക്കിലേക്ക് തിരിച്ചു കൊണ്ടുവരണമെന്നൊക്കെ തീരുമാനിക്കുകയാണ്. അതിനവനും വർക്കൗട്ട് ചെയ്യുകയും ബൈബിള് വായിക്കുകയും പിന്നീട് മെഡിറ്റേഷൻ ചെയ്യുകയും ഒക്കെ തന്നെ ചെയ്യുന്നു. പക്ഷെ അവനും അവളെക്കുറിച്ചുള്ള ഓർമ്മകൾ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. സോ അവനും അങ്ങനെ ഏറ്റവും ലാസ്റ്റ് ആയിട്ട് അവളുടെ ക്യൂട്ട്നെസ്സിലൊക്കെ വീണു പോവുകയാണ്. ഓൺഹെയിം നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് പോലെ തന്നെ ഇപ്പോൾ ഹിനുവിനെ കാണുവാനായിട്ടൊക്കെ എത്തിയിരിക്കുന്നു. മാൻഹോയും കോവിഡ് ടെസ്റ്റ് ചെയ്യുന്ന കിറ്റായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും അതൊക്കെ കാണിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കുമൊക്കെ ആയിരുന്നു ഹോങ്കിയും ഇത് കോവിഡ് ടെസ്റ്റ് ചെയ്തതല്ല, മറിച്ച് ആരോ ഒരാൾ പ്രഗ്നന്റ് ആണെന്നൊക്കെ തെളിയിക്കുന്നതാണെന്നൊക്കെ അവരുടെ അടുത്തും പറഞ്ഞൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നത്. ജെയ്സോയും അത് ഉൺഹയുടെ ആയിരിക്കുമെന്നൊക്കെ വിചാരിക്കുകയാണ്. പക്ഷെ അവരാകട്ടെ നമ്മുടെ ആരുടെയെങ്കിലും ഗേൾ ഫ്രണ്ട്സിന്റെ ആകാനുള്ള സാധ്യതയും ഇല്ലേ എന്നൊക്കെ ചോദിക്കുന്നു. പക്ഷെ നിലവിലാകട്ടെ ഇവർക്ക് ആർക്കും ഗേൾ ഫ്രണ്ട്സ് ഒന്നും തന്നെ ഇല്ല. അപ്പോഴാണ് ജോയങ്ങും അവിടെ എത്തിയിട്ടുണ്ടായിരുന്നത്. ജോയങ്ങും അതെല്ലാം കണ്ട് കഴിയുമ്പോഴത്തേക്കുമാണ് ആ ഒരു പ്രഗ്നൻസി കിറ്റൊക്കെ മീഹോടെ ആയിരിക്കുമെന്ന ഒരു സംശയമൊക്കെ അവനും തോന്നുന്നത്. ജീഹോനും വർക്കൊക്കെ കഴിഞ്ഞ് ഓഫീസിൽ നിന്ന് ഇറങ്ങുന്ന സമയത്താകട്ടെ ഒരാള് അയാളുടെ ഗേൾ ഫ്രണ്ടിന് വേണ്ടിയിട്ട് ഫ്ലവേഴ്സ് ഒക്കെ മേടിച്ചു കൊടുക്കുന്നത് കാണുകയാണ്. അങ്ങനെ അവർ റൊമാൻറ്റിക് ആയിട്ടൊക്കെ നിൽക്കുന്നത് കാണുമ്പോഴത്തേക്കും അവന് നാണമൊക്കെ വരുന്നു. ഓൺഹെയിം ഹ്യൂനുമോന്റെ അടുത്ത് ഇതുവരെ ചെയ്തതെന്ന എല്ലാ സഹായത്തിനും നന്ദിയൊക്കെ പറയുകയാണ്. പക്ഷെ അവൾക്കാകട്ടെ മറ്റൊരാളെ ഇഷ്ടമാണ് എന്നും അതുകൊണ്ട് തന്നെ അവനെ ചതിക്കുവാനായിട്ട് തോന്നുന്നില്ല എന്നുമൊക്കെ പറയുന്നു. മാത്രമല്ല അവന് തന്നെക്കാളും നല്ലൊരു പെൺകുട്ടിനെ കിട്ടുമെന്ന സ്ഥിരമായിട്ടുള്ള ഡയലോഗ് പോലും അവൾ പറയുന്നുണ്ട്. എന്തായാലും ലൈഫിൽ പ്രോസിക്യൂട്ടർ ആയിട്ടുള്ള ഒരാള് ഫ്രണ്ട് ആയിട്ടൊക്കെ ഉള്ളത് എപ്പോഴും നല്ലതാണ്. ഞാൻ നിന്നോട് ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് നീ മനസ്സിലൊന്നും വെക്കേണ്ട കാര്യമില്ല. മറിച്ച് നിനക്ക് എന്തെങ്കിലും ഹെൽപ്പ് ഒക്കെ വേണ്ട സമയത്ത് എന്നെ നീ വിളിച്ചാൽ മതി. ഞാനും പഴയതുപോലെ തന്നെ നിന്റെ ഒപ്പം തന്നെ ഉണ്ടായിരിക്കുമെന്നൊക്കെ അവനും പറയുന്നു. ഇനി ജീഹ്വാരും നേരത്തെ കണ്ടിട്ടുണ്ടായിരുന്ന കപ്പിളിനെ പോലെ കുറെ അധികം ഫ്ലവേഴ്സ് ഒക്കെ ആയിട്ട് എത്തുകയാണ്. അപ്പോഴാണ് ഇതുപോലെ ഓൺഹെയും ഹ്യുനുവും ഒന്നിച്ചൊക്കെ നിൽക്കുന്നത് അവനും കാണുന്നത്. ഓൺഹെയും ഇനി മുതൽ ഇതേ വീട്ടിൽ തന്നെയാണ് താൻ താമസിക്കുവാനായിട്ട് പോകുന്നതെന്നൊക്കെ പറഞ്ഞ് നിൽക്കുമ്പോഴത്തേക്കും എന്തായാലും നമ്മൾക്കിടയിലുള്ള ഫ്രണ്ട്ഷിപ്പ് അതുപോലെ തന്നെ നിൽക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഷേക്ക് ഹാൻഡ് കൊടുക്കാനായിട്ട് നിൽക്കുകയായിരുന്നു ഹ്യുനുവും. ഓൺഹെയും കൈയൊക്കെ കൊടുക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ടെങ്കിലും ഇടയ്ക്ക് കയറി വന്നിട്ടുണ്ടായിരുന്ന ജീഹ്വാൻ ആകട്ടെ ബലമായിട്ട് ഉൺഹയുടെ കയ്യിലൊക്കെ കയറി പിടിക്കുന്നു. എന്നിട്ട് ഹ്യുനുവു കേൾക്കാനായിട്ട് മാത്രം ബേബി നീ എന്റെ കൂടെ വാ, നിനക്കുള്ള ഫുഡൊക്കെ ഞാൻ ഉണ്ടാക്കി തരുന്നതായിരിക്കുമെന്നൊക്കെ പറഞ്ഞിട്ട് അവളുടെ കൈയും പിടിച്ചങ്ങ് പോവുകയാണ്. ഇതുവരെ അവനും ഇതുപോലെ ബേബി ഒന്നും തന്നെ അവളെ വിളിച്ചിട്ടൊന്നുമില്ല. സോ അവളും ആകെ കൺഫ്യൂസ്ഡ് ആയിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. ഇനി ഹ്യുനുവു ആകട്ടെ അവൻ എന്തോ വട്ടായെന്നൊക്കെ വിചാരിച്ചിട്ട് നിൽക്കുകയാണ്. നീയും വേറെ ആൾക്കാരുടെ കൂടെ നിൽക്കുന്നത് എനിക്ക് ഒട്ടും തന്നെ ഇഷ്ടമില്ല. നീയും എന്നെ മാത്രം നോക്കിയാൽ മതിയെന്നൊക്കെ ആയിരുന്നു അവനും അവളുടെ അടുത്തൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നീട് അവനും അവളെ കിസ് ചെയ്യുന്നു. ആ ഒരു സീനോട് കൂടിയാണ് ഈ ഒരു എപ്പിസോഡ് അവസാനിക്കുന്നത്. അടുത്തൊരു വീഡിയോ ആയിട്ട് ഇത്രയും വേഗം കാണാം. ബൈ.